ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡേ 2 ഹൊയാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു സണ്ണി ഡേ ആണ്, നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിനി ഹൊയാൻ ടൗൺ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ മാത്രം വേറെ കളർ, ബാക്കി എല്ലാവരും വൈറ്റാണേ. അതിന് ടൗണൊക്കെ ഓൾറെഡി ഓൺ ആവണുള്ളൂ, സ്ട്രീറ്റ്സും എല്ലാം കാര്യങ്ങളും. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, ഒരു സണ്ണി ഡേ ആണ്. അത്യാവശ്യം വെയിലിന് നല്ല ചൂടുമുണ്ട്. ഇങ്ങനത്തെ കാറില്ലേ, ഇതിവിടെ ആൾക്കാരെ കയറ്റി ഇവിടെ മൊത്തം ചുറ്റി കറക്കാനുള്ള ടൈപ്പ് ഓഫ് വണ്ടിയാണേ. ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ 2-3 ക്യാപ്പ് മേടിച്ചു. നമ്മൾ ടൂറിസ്റ്റേഴ്സ് എന്ന് അറിയുമ്പോൾ തന്നെ ഇവരെല്ലാത്തിനും റേറ്റ് കുറേ കയറ്റി വയ്ക്കും. പിന്നെ നമ്മൾ ബർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നല്ല റേറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കണം, അതാണ് ഫസ്റ്റ് അജണ്ട ഞങ്ങളുടെ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ട കുറേ ക്ലോത്തിങ് സ്റ്റോറും കുറേ ലെതർ സ്റ്റോഴ്സ്, അങ്ങനെ കുറേ സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളാണ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമ്മൾ പഴയ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങുകളും, ആ ബിൽഡിങ്ങുകൾ മാക്സിമം കഫേസോ അല്ലെങ്കിൽ റെസ്റ്റോ ബാർസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഉള്ളിലും അതെ, ഭയങ്കര നല്ല നല്ല സെറ്റപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പല കഫേ പോയപ്പോഴും കാരണം വെച്ചാൽ ബ്രെഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടുള്ളൂ. അപ്പം നമുക്കാച്ചാൽ ഒന്ന് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം നമ്മളൊരു ബ്രഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കണേ. അങ്ങനെ ഓരോ കഫേയുടെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. 2 സൈഡും കുറേ സ്റ്റോറുകളും നമുക്ക് സ്ട്രീറ്റിൽ കുറേ ഷോപ്പ് ചെയ്യാനുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം എന്ന നിലപാടിൽ നമ്മൾ ഇറങ്ങി. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ട്രീറ്റിലോട്ട് ആദ്യം തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തില്ല. അപ്പോൾ അത്യാവശ്യം വലിയ തിരക്കില്ല സ്ട്രീറ്റിൽ കേട്ടോ, കാരണം വെച്ചാൽ ടൂറിസ്റ്റേഴ്സ് എല്ലാം ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രഞ്ച് കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, ഈ ഒരു കഫേ കയറി കേട്ടോ. ഈ കഫേ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അങ്ങനെ നമ്മൾ തന്നെ കുറച്ച് കോൾഡ് കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഓർഡർ ചെയ്തു. പിന്നെ അവർ വെറൈറ്റി ഓഫ് ഫുഡുകൾ നമ്മൾ ഓർഡർ ചെയ്തു. അവരോട് തന്നെ നമ്മൾ ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അവർ നമുക്ക് കുറേ സജഷൻസ് തന്നു. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത രീതിയും നമുക്ക് അതിൻ്റെ ടേസ്റ്റുകളും നമുക്ക് ഭയങ്കര യുണീക്ക് ടേസ്റ്റുകളാണ്. ഇവിടുത്തെ ഫുഡുകൾക്കൊക്കെ തീരെ സ്പൈസിനെസ് ഭയങ്കര കുറവായിരിക്കും, പക്ഷെ അത് നല്ലതാണ് ഒരു കണക്കിന്. പിന്നെ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഫുഡും ഭയങ്കര വെജീസ് കുറേ കയറ്റിയിട്ടുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ പോർക്കിൻ്റെയും ബീഫ് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു. അതൊക്കെ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്ന രീതി അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ നമ്മൾ കറന്നതിൽ ഒരു ക്യാരറ്റ് കണ്ട ഒരു ഫ്ലവർ പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഭയങ്കര രസമായി എടുത്തു. നമുക്ക് ഭയങ്കര ഒരു നല്ല ഒരു ടൈമിംഗ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഫുഡ് വരാനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഫുഡും കഴിച്ചു. ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളവരോട് കുറേ കോംപ്ലിമെൻ്റ് ഒക്കെ പറഞ്ഞു, വളരെ താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയ പാടെ തന്നെ സ്ട്രീറ്റിലോട്ട് കണ്ടോ കുറേ ആർട്ട് വർക്ക്, കുറേ പെയിൻറ്റിങ്സ്. നമുക്ക് ഭയങ്കര രസമായിട്ട് പോകുന്നു, ഭയങ്കര കളർഫുള്ളാണ്. ഒന്നാമത് ആ ഒരു സ്ട്രീറ്റും ആ ഹൊയാൻ്റെ ടൗണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും. നമ്മൾ കുറേ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ യുണീക്ക് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഇതേപോലെ കണ്ടോ ഒരു ചൈനീസ് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോയും കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. എന്നുവെച്ചാൽ മൊത്തത്തിൽ നല്ല കളർഫുള്ളാണ്. പക്ഷേ മൊത്തത്തിൽ ആൾക്കാർ ടൗണിലോട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 12 ഉച്ച സമയമാണ്. അവിടെ നല്ല ചൂടുമുണ്ട്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് കയറി കുറേ കാര്യങ്ങൾ കണ്ടു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. ലിറ്ററലി സ്പീക്കിങ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. ഇരിക്കുന്നതൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന കേട്ടോ, എന്നുവെച്ചാൽ ചൂടുള്ളതുകൊണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ അങ്ങനെ നമ്മൾ കുറേ നടന്നു. ഭയങ്കര ഗ്രീനറി, ഭയങ്കര രസമുള്ളത്. പിന്നെ എല്ലായിടത്തും കാണുന്നത് നല്ല നല്ല ഫോട്ടോ ഫ്രെയിംസാണ്. അപ്പോൾ കുറേ ഫോട്ടോയും കുറേ കാര്യങ്ങൾ എടുത്തു. പിന്നെ നമുക്കും കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ നാട്ടിലെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളും കുറേ ഷോപ്പ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾ ഡോളേഴ്സായിട്ട് കുറഞ്ഞിരുന്നത്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇന്നലെ തലേദിവസം പോയ ആ ഷോപ്പിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ പോണ വഴി അതെ കുറേ ആൾക്കാർ അപ്പോഴേക്കും ടൂറിസ്റ്റേഴ്സൊക്കെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ലെതറിൻ്റെ കുറേ ഷോപ്പുകളുണ്ട്, കുറേ ലെതറിൻ്റെ യുണീക്ക് ഐറ്റംസ് ഉള്ള കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് നാട്ടിൽ ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം ഇവിടെ ചുരുങ്ങിയ റേറ്റിന് കിട്ടും. പിന്നെ ഇതേപോലെ തന്നെ ചെറിയ വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ വണ്ടിയിൽ പോകണമെങ്കിൽ അവർ നമ്മളെ കയറ്റി മൊത്തത്തിൽ ചുറ്റി കറക്കി തരും, അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ വിയറ്റ്നാമീസ് ട്രഡീഷണൽ ക്യാപ്പും കുറേ ഡ്രസ്സും. അപ്പോൾ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ അവിടെ തന്നെ പോയി. അപ്പോൾ അവിടെയായിരുന്നു നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റേറ്റ് നമുക്ക് ഹൊയാനിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഇതാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് ബെസ്റ്റ് റേറ്റാണ് കിട്ടുന്നത്, ബെസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ലെതർ ഷോപ്പുകൾ കയറി. ലെതർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളേഴ്സും അതിൻ്റെ ഐറ്റംസും നമുക്ക് ഭയങ്കര നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കും. അപ്പോൾ 2-3 ബാഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളും ശരി ഓക്കെ ബാഗൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. ഇവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെസ്റ്റ് റേറ്റ് നമുക്ക് തരും. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേർത്തായിരിക്കും. പിന്നെ നമുക്ക് വിയറ്റ്നാമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മളെ കയ്യിലിരിക്കുമെന്നും പറഞ്ഞു. ഈ ഒരു ലേഡി ആയിരുന്നു ഈ ഷോപ്പിൻ്റെ ആളുടെ സെയിൽസുകൾ. പിന്നെ അവർ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കൂടെ കുറേ സംസാരിച്ചു, നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവസാനം അവർക്ക് ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും നമ്മൾ ടൗണിലോട്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ഈ ടൗണിലും തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങളും കുറേ ഷോപ്പ് ചെയ്ത് ഞങ്ങൾ. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മൾ കുറേ ടയേർഡായി, കാരണം വെച്ചാൽ കുറേ നടന്നുപോയി. ഇനി ബോഡിയിലൊന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു കഫേ നമ്മൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കഫേ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലും ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പോൾ പോണ വഴിയിലൊക്കെ ഇതേപോലെ കുറേ കഫേഴ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ഗ്യാപ്പുകളിലൂടെയൊക്കെ പോയിട്ട് ഭയങ്കര രസമായി ഫീൽ ചെയ്തു എനിക്ക്. കാരണം വെച്ചാൽ മൊത്തത്തിലൊരു പഴയ സെറ്റപ്പ്. പക്ഷേ കഫേകളുടെ ഉള്ളിലൊക്കെ ഭയങ്കര ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിതെല്ലാം വാങ്ങിക്കാൻ തോന്നി. പിന്നെ റേറ്റ് നമുക്ക് അഫോർഡബിൾ റേറ്റുകളായതുകൊണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഞങ്ങളും മേടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടോ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ. ഇതൊരു കഫേയാണ്. അപ്പോൾ കഫേൻ്റെ താഴത്തെ സൈഡിൽ ഇതേപോലെ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റഡ് ഷോപ്സും അതിൻ്റെ മുകളിൽ കഫേ ഏരിയ. അപ്പോൾ കഫേ ഏരിയയിലും കാണുമ്പോൾ അറിയാൻ പറ്റും പഴയ കുറേ വിൻറ്റേജ് സാധനങ്ങൾ, വിൻറ്റേജ് മൂഡ് ഓഫ് ഉള്ള ഒരു കഫേ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുന്നില്ല, നമ്മൾ പുറത്തിരിക്കാമെന്ന് വെച്ചാൽ പുറത്തത്തെ വ്യൂ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു, ഡ്രിങ്ക്സും കുറച്ച് ഷേക്കുകളൊക്കെ ഓർഡർ ചെയ്തു. അത് അവിടെ നിന്ന് കുടിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും സ്ട്രീറ്റ് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അപ്പോഴേക്കും സ്ട്രീറ്റ് ആൾക്കാർ നിറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എല്ലാം നമ്മൾ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. അപ്പോൾ റൂമിലെത്തി നമ്മൾ സ്വിമ്മിംഗ് പൂളുണ്ട് നമ്മുടെ റൂമിൽ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഒന്ന് കുളിക്കാം, ഒന്ന് ഫ്രഷ് ആവാം. അപ്പോൾ നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ടൈം നൈസായിട്ട് ഒന്ന് മാറിപ്പോയി. അടുത്ത ദിവസം 12 മണിക്ക് ബുക്ക് ചെയ്യണത് ഞങ്ങൾ പുലർച്ചെ 12 മണിക്കായിപ്പോയി. അപ്പോൾ അത് നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ, AM PM ഉള്ള ചെറിയ ഡിഫറൻസ്. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയായി. നമ്മൾ റിസപ്ഷനിൽ കീ ഏൽപ്പിച്ചു. അപ്പോഴേക്കും നമ്മൾ ഊബറല്ല ഗ്രാബ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രാബിൽ നമ്മളെ വണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി സെറ്റായി. അപ്പോൾ വണ്ടി വന്നപ്പോഴേക്കും ഇനി വണ്ടി കയറി. അപ്പോൾ വണ്ടി ആ ചേട്ടൻ ഒരു അത്യാവശ്യം നല്ല മിസ്റ്റുബിഷിയുടെ ഒരു വണ്ടിയായിരുന്നേ, നല്ല ഭംഗിയുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി കയറി. ഇനി നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹൊയാൻ, എനിക്ക് ദനാങ് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം വെച്ചാൽ ഞങ്ങൾ ദനാങ് പോകണില്ല. ഹൊയാൻ ഒരു വേർത്തായിരിക്കും. നമ്മൾ വിയറ്റ്നാം ട്രാവലിലെ വൺ ഓഫ് ദ വേർത്തസ്റ്റ് പ്ലേസ് ആയിരിക്കും ഹൊയാൻ എന്ന് പറഞ്ഞത്. അങ്ങനെ വണ്ടിയിൽ നമ്മളെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ ആ ചേട്ടനായിട്ട് നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ അങ്ങേരും ഇത് നന്നായി എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ സോങ്സും ഇത് വീഡിയോ സോങ് ആയി വെച്ചിരുന്നത്. അങ്ങനെ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കണ്ട് ആ ചേട്ടനായിട്ട് കുറേ സംസാരിച്ചു. അങ്ങേരെ ബിസിനസ് എന്താണ്, ഇത് തന്നെയാണ് ഫുൾ ടൈം. അങ്ങനെ കുറേ ഭയങ്കര ഇൻട്രാക്ഷൻ ടൈമായിരുന്നു ഞങ്ങൾക്കത്. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1 ഹവറിൽ നമ്മൾ ദനാങ് എയർപോർട്ടിലെത്തി. നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 12:30, അതാണ് ഞങ്ങൾക്ക് മാറിപ്പോയത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഈ നിൽക്കണുണ്ടോ, ഇത് ഞങ്ങൾ പൂക്കീസ് വിശന്നിട്ട് നിൽക്കണതാണ്, ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യില്ല എന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ ഫുഡ് ആവാം ഞാൻ അടുത്തത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനി നമുക്ക് സമയമുണ്ട്, ഓൾമോസ്റ്റ് ഒരു 1.5 hours ഉണ്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെക്ക് ഇനിലോട്ട് പോയി. അപ്പോൾ ഇവിടെയൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിയറ്റ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് എടുത്തിരുന്നത്. അങ്ങനെ നമ്മൾ ചെക്കിൻ്റെ എല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഗേറ്റിലോട്ട് മൂവ് ചെയ്യുക. ചെറിയ തിരക്കുണ്ട്, എന്നാലും നമുക്കത് പ്രശ്നമില്ല, നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ്
ഫ്ലൈറ്റ് ഒരു 1/2 hour ഡിലേ ഉണ്ട് കേട്ടോ. അത് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു ഒരു 1/2 hour ഡിലേ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എയർപോർട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, പിന്നെ രാത്രിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ചെയ്തെന്താണെന്നറിയോ, അപ്പം ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് 3 AM അല്ലെങ്കിൽ 4 AM ഞങ്ങൾ ഹനോയിലെത്തും. അപ്പോൾ ആ ടൈം ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലുകാരായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ റൂം ഒരു 1/2 hour കൂടി ഹാഫ് എ ഡേ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഒരു ഹാഫ് ദ റേറ്റ് കൊടുത്ത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് അത് നല്ലതാണ് തോന്നി. അങ്ങനെ കറക്റ്റ് ഒരു ചെറിയൊരു ഡിലേക്കൊക്കെ ശേഷം നമ്മൾ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫ്ലൈറ്റിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ വേക്കൻസീസ് ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വിയറ്റ് ജെറ്റിനെക്കാട്ടും നല്ലൊരു ഫ്ലൈറ്റും നല്ലൊരു മൊത്തത്തിൽ നല്ലതായിരുന്നു ഈ ഒരു വിയറ്റ്നാം എയർലൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കാരണം വെച്ചാൽ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളും ബോർഡിനായി, നമ്മളും കംഫർട്ടായി. അങ്ങനെ നമ്മൾ പയ്യെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും അവിടെ ചെറിയ ചെറിയ മഴ പെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൊയാനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഹൊയാൻ ഒരു നല്ലൊരു ഓർമ്മയും നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഹനോയിയുടെ കുറേ വിശേഷങ്ങളും കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ശരി, ബൈ.